ബോധത്തോടെയാണോ നീ സംസാരിക്കുന്നത്? എൻഗേജ്മെന്റ് കഴിഞ്ഞ് കാർഡ് പ്രിന്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ നീ എന്താ കല്യാണം വേണ്ടെന്നാ പറയുന്നത്? ഈ 1 മാസത്തിനുള്ളിൽ നിനക്കെന്താ സംഭവിച്ചത് മോനെ? നീ ആരോടെങ്കിലും ബെറ്റ് വെച്ചിട്ടുണ്ടോ? തോന്നിയതുപോലെ സംസാരിക്കരുത്. ഞാൻ ആരോടും ബെറ്റ് വെച്ചിട്ടില്ല. ഞാനൊരു കുട്ടിയായിട്ട് അടുപ്പത്തില്ല. എടാ, നീ കല്യാണത്തിന് ശേഷം കെട്ടുന്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെടും ജീവിതാവസാനം വരെ. അതൊന്നും നമ്മുടെ കയ്യിലല്ലോ ഡാഡി. പ്രേമം എന്നത് എപ്പോ എങ്ങനെ ആരോട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നീ എന്നോടാണോ പറയുന്നത്? നിന്റെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പൊസിഷനെ വന്നേ. ശരി, നീ സ്നേഹിച്ച പെണ്ണിനെ ആരും അറിയാതെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യേ. അതിനുശേഷം ഞാനും നിന്റെ അമ്മയും കൂടി മൈഥിലിയുടെ കാലിൽ വീണ് ക്ഷമാപണം നടത്താം. മകൻ ഇത്ര വഷളാണെന്ന് പറഞ്ഞ് കരയാം. ഡാഡിക്ക് അങ്ങനെ ഒരു വിധി വരില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണ് എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് മിസ്സായി. എനിക്ക് കുറച്ച് സമയം തരണം ഡാഡി, ആ പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. നിന്നെ കൊന്നിട്ട് ഞാനും ചാവും. ഒരു നാശം മാറി കിട്ടും. വിവരക്കേട് പറയരുതടാ. ഞാൻ പറയുന്ന അനുസരിക്ക്. നീ ആ പെണ്ണിനെ മറന്നിട്ട് മൈഥിലിയുടെ കഴുത്തിൽ താലി കെട്ടണം. എന്റെ അന്തസ്സും എന്റെ ഫ്രണ്ടിന്റെ അന്തസ്സും മൈഥിലിയുടെ സ്നേഹവും നോക്കാതെ നീ ആ പെണ്ണിന്റെ പിറകെ നടന്നാലുണ്ടല്ലോ, ഇത് വകവയ്ക്കാതെ നീ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ നിന്റെ അച്ഛനും അമ്മയും പിന്നെ ജീവിച്ചിരിക്കില്ല. ഓർത്തോ ഡാഡി? എടാ, നിനക്കും ഒരു പെങ്ങളുണ്ട്. നാളെ ഇതുപോലെ അവളുടെ കല്യാണവും ക്യാൻസലായ നിന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
സോറി മൈഥിലി, ഞാൻ കല്യാണത്തിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. കല്യാണം എന്നത് രണ്ടുപേരെ കൂട്ടിച്ചേർക്കും, രണ്ടുപേരെയും ഒന്നാക്കി മാറ്റില്ല. നോക്കൂ, നിന്നെക്കുറിച്ച് എനിക്കറിയാവുന്നത് നിന്റെ പേര് മൈഥിലി, ഹൈറ്റ് 5'6", എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഗുഡ് ലുക്കിംഗ് ഗേൾ ഫ്രം ഗുഡ് ഫാമിലി. അത്രേ ഉള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. എനിക്കറിയാവുന്നത് ഫസ്റ്റ് നൈറ്റ് എന്നാൽ സുഖത്തെ തേടി പോകുന്നതല്ല, സ്നേഹം പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം ഭാര്യ ഭർത്താവായി മാറാം. ഗുഡ് നൈറ്റ്. എന്താടാ ഇങ്ങോട്ട് വന്നത്? എന്റെ അച്ഛൻ എന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് ഭയങ്കര ടെൻഷനാ. പക്ഷെ ഈ ഫോട്ടോഷൂട്ട് കാണുമ്പോ നിന്റെ അച്ഛൻ എത്ര നിർബന്ധിച്ചിട്ട് നിനക്ക് കല്യാണം ആവുന്നില്ല. എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം നടത്തി, അതോടെ തീർന്നു. അതിനെന്താ, കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞു, പിന്നെ എന്തിനാടാ ടെൻഷൻ? ഒന്ന് പോടാ. കുതിരയെ തടാകരയിൽ കെട്ടിട്ട് അതിനെ വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതായത് രാത്രി ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞേ കിടന്നങ്ങുറങ്ങി. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു, നീ ഫ്ലാഷ് ബാക്ക് വിട്ടേക്കൂ. മൈഥിലിയോടെ നല്ല ഫ്യൂച്ചർ പ്ലാൻ ചെയ്യൂ. അല്ലാതെ ഇങ്ങനെ പോയാൽ ഉള്ളതും പോകും ഇല്ലാത്തതും പോകും, അവസാനം ദുഃഖിക്കേണ്ടി വരും. അവിടെ വെറുതെ ഇരിക്കുന്ന ആ മോഡലില്ലേ, അവളെ പോയി ലൈൻ അടിക്ക്. എനിക്ക് ഇവളെയാ ഇഷ്ടം. പിന്നെ പിന്നെ എന്താടാ മൂഡൌട്ടായിരിക്കുന്നത്? ചെറുപ്പം മുതൽ എല്ലാവരുടെയും ലാളനയും സ്നേഹവും ഏറ്റ അവൾ വളർന്ന് എന്നെയും എൻ്റെ മോളെയും അവളുടെ അമ്മ തനിച്ചാക്കിയിട്ട് പോയി. രാത്രിയിൽ പേടിച്ച് കരയുന്ന അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ലാതായിപ്പോയി. ബിസിനസ്സിലെ തിരക്കുകാരാണ് ഞാൻ മൈഥിലി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ ഇപ്പോഴും ഒരു അച്ഛൻ്റെ സ്നേഹവും ലാളനയും അവൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. സോറി മൈഥിലി, ക്ഷമിക്കുമോ? ഡാഡി പ്ലീസ് അങ്ങനെ പറയില്ലേ ഡാഡി. പക്ഷേ ഈ നിമിഷം മുതൽ എൻ്റെ മകളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് നല്ലൊരു യുവാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നല്ലൊരു അച്ഛനാണെന്ന് നിങ്ങൾ തെളിയിച്ചു. നോക്ക് മോളെ, ഇപ്പം മുതൽ നിനക്ക് അമ്മയില്ലെന്ന സങ്കടം വേണ്ട. ഞങ്ങൾ എപ്പോഴും നിനക്കൊരു ഫോൺ കോൾ ദൂരേ ഉള്ളൂ. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരാമേ? ഇല്ല മോളെ, രാജുവിൻ്റെ അച്ഛൻ്റെ കമ്മിറ്റ്മെന്റ് കാരണം താമസിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും പുതിയതായി കല്യാണം കഴിച്ച നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എന്തിനാ? രാജു, മൈഥിലി നീ നന്നായി നോക്കിക്കൊള്ളാം. ഓക്കെ ഡാഡി. വെരി ഗുഡ്. കമോൺ കമോൺ, ലെറ്റ്സ് ഗോ. പോട്ടെ മോളെ. ബൈ ഡാഡി. ഗുഡ്. നീ ഒരു നല്ല ഗിറ്റാറിസ്റ്റ് ആണല്ലോ. കോഫി? ഓ താങ്ക്സ്. സത്യമായിട്ട് എൻ്റെ മ്യൂസിക് ഇഷ്ടമാണോ അതോ വെറുതെ പറഞ്ഞാണോ?
സത്യമായിട്ടും കള്ളത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നല്ല റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടി ചിലർ കള്ളം പറയാറുണ്ട്. റിയലി? ഉം. എൻ്റെ ഡാഡിയുടെ അമ്മയ്ക്ക് ഒരു ഫെയിലിയർ ലവ് സ്റ്റോറി ഉണ്ടെന്ന് അവർ മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ്റെ സുഖത്തിന് വേണ്ടിയാണ് അവർ ജീവിച്ചത്. അതവരുടെ വിധിയായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കള്ളത്തരം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ മുത്തച്ഛനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഇതിലും നന്നായിരുന്നേനെ അല്ലേ? കള്ളത്തരം ജീവിതത്തെ മാറ്റിമറിച്ചാലും ശരിക്കുള്ള സന്തോഷം അത് സത്യത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഞാൻ മരിച്ചാലും കള്ളത്തരത്തെ ആക്സെപ്റ്റ് ചെയ്യില്ല. താങ്ക്സ്. നിനക്ക് പാചകം അറിയില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, നോ പ്രോബ്ലം. ഏയ് അതൊന്നും വേണ്ട, എനിക്ക് പാചകം നന്നായി അറിയാം. ഇതെന്താ ഉപ്പില്ല എരിവില്ല, പാചകം വളരെ മോശമാണല്ലോ. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല. നിങ്ങളല്ലേ പറഞ്ഞേ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരാ ജീവിതം തുടങ്ങാന്ന്. അതുവരെ കുറച്ച് കൺട്രോൾ ഉണ്ടായാൽ നല്ലത്. കാമേഷ്, നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഇന്നലെ ഞാനൊരു പെണ്ണ് കാണാൻ പോയി, പക്ഷെ ഞാനത് റെഡ് മാർക്ക് ഇട്ടു. എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ എനിക്ക് ഇഷ്ടമായി. പെണ്ണ് സൂപ്പറാ. എന്തു പറ്റി? പെണ്ണിന് സമ്പത്തില്ലേ? ഒരേ ഒരു മകൾ, ഉള്ളത് മുഴുവൻ അവൾക്കാ. പക്ഷെ ഒരു പ്രോബ്ലം. നല്ലൊരു ഡോക്ടറെ കാണിച്ചാ പോരായിരുന്ന? പ്രോബ്ലം എനിക്കല്ല, അവൾക്കാ. അവിടെ അമ്മക്ക് കല്യാണം ആകാതെ അവൾക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാനും ഇതുപോലെ എഴുന്നേറ്റ് പോയത്. എന്നാ നിന്റെ അച്ഛനെ സെറ്റപ്പ് ചെയ്തൂടെ? വെരി ഗുഡ്. എന്റെ അച്ഛൻ സെറ്റായ എനിക്ക് അവൾ അനിയത്തിയ. അപ്പൊ അവൾ എന്റെ കൈ രാഹി കെട്ടൂടാ. ഏതാടാ ഈ മുതല്? ഹായ് ബേബി. ആ ബേബിയോ, ഇതാണോടാ ബേബി? നീ എന്താ തീറ്റയൊക്കെ എടുത്ത് കളിക്കാൻ വന്നോ? എന്നും കളിച്ചാൽ ഇലിയാനയുടെ ഫിഗർ വരുന്ന എന്റെ അമ്മ പറഞ്ഞു. ആ നിന്റെ അമ്മ പറഞ്ഞോ അതോ ഇലിയാനയുടെ അമ്മ പറഞ്ഞോ? ഇവളൊരു ബാസ്കറ്റ് ബോൾ പോലെയാ, പിന്നെ എങ്ങനെ ഇവള് കളിക്കുക? പാസ് ചെയ്തോ, പാസ് ചെയ്തോ. ഹേയ് മൈഥിലി, ഇങ്ങോട്ട് പാസ് ചെയ്യും. നൈസ് പാസ് മൈഥിലി. മൈഥിലി കേർഫുൾ. രാജു, നമ്മൾ പരസ്പരം എങ്ങനെ മനസ്സിലാക്കിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഐഡിയ പറയട്ടെ? പറയൂ. ഇപ്പം മുതൽ 10 മിനിറ്റിനുള്ളിൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങാം, എനിക്ക് വേണ്ടതൊക്കെ നീ വാങ്ങണം. ഓക്കെ? ഓക്കെ. പൗഡർ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ബോഡി വാഷ്, ഷാംപൂ, റേസർ,
സോ നോട്ട് ബാഡ്. ഇത്രയും ഷോർട്ട് ടൈമിൽ തന്നെ എനിക്ക് എന്തൊക്കെ വേണമെന്ന് നീ മനസ്സിലാക്കി. പറയാതെ അറിയാന്നുള്ളതാ പരസ്പരം മനസ്സിലാക്കാന്നുള്ളത്. അതായത് എന്നെക്കുറിച്ച് ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണല്ലേ? ശരി, സമയം വരുമ്പോൾ നോക്കാം. ബില്ലടിച്ചോ? ഹായ് രാജു, നിങ്ങളുടെ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല മോഡലിംഗിൽ കൂടി വളരെ നന്നായിട്ടുണ്ട്. Can you give me autograph please? എക്സ്ക്യൂസ് മീ, ഐ ആം ഹിസ് വൈഫ്. പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. മൈഥിലി, ഫാഷൻ ഫീൽഡിൽ ഇതെല്ലാം കോമൺ ആണ്. ഡോണ്ട് വറി. രാജു, ഞാൻ എല്ലാം സഹിക്കും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും പെണ്ണിനെ തൊട്ടാ ഞാൻ അവളെയും കൊല്ലും, നിങ്ങളെയും കൊല്ലും. അപ്പപ്പാ ഫിഗർ എല്ലാം അടിപൊളിയാ. അപ്പാ എല്ലാം ഒത്തുവന്ന ഫിഗർ നിന്റെ അടുത്ത് വരും. അതൊക്കെ നീ പറയും. എനിക്ക് ഏജ് ഓവർ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. നോക്കടാ, ഒരു ഫിഗർ എന്റെ അടുത്തേക്ക് വരുന്നു. കാമേഷ്, അത്രയ്ക്ക് അത്യാവശ്യം? എനിക്ക് അത്ര അത്യാവശ്യം തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് പണി നോക്കൂ. ചെല്ല്, പോ. നീ വാ. 1 മിനിറ്റ്. എന്റെ പേര് കാമേഷ്. കാമിനി. കാമേഷ് കാമിനി കോമ്പിനേഷൻ അടിപൊളി. പേഴ്സ് ഉണ്ടോ? പേഴ്സ് ഉണ്ട്. പേഴ്സിൽ ഒത്തിരി കാശുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. പേഴ്സ് മാത്രം വീട്ടില. ഇപ്പൊ എന്താ കയ്യിലുള്ളത്? റേഷൻ കാർഡ്. അപ്പൊ നിങ്ങൾ വരേണ്ട സ്ഥലം ഇതല്ല, റേഷൻ കടയിലാ. റേഷൻ കാർഡ് വെച്ച എന്തൊരു നാക്കപ്പോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഹലോ, കണ്ണൊന്നും കാണത്തില്ലേ? തട്ടിട്ടേ ചോപോന്ന്. എന്ത് കാണുന്നില്ലെന്ന്? നിന്റെ കണ്ണിന് നല്ല ഭംഗിയാണ്. ദൈവം തന്ന കണ്ണാ. വിട്ടേര്. എന്നാ ഞാൻ എനിക്കൊരു കാര്യം അറിയോ? ഇനി എന്താ? നിന്നെ കാണാൻ നല്ല ഭംഗിയും പോലെ കുമാര. സത്യമായിട്ട് പറഞ്ഞാടാ, ഞാൻ സുന്ദരനായതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ വീണ്ടും പോണേ. നീ എന്റെ കൂടെ പോരുന്ന. ഓ, ഇപ്പൊ കാര്യം മനസ്സിലായി മോനെ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് 2 വടി എടുത്തിട്ട് വാ, നമുക്ക് തട്ടിക്കളിക്കാൻ. ചെല്ലേ. ഓക്കെ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പാർട്ടി എന്റെ വക. എല്ലാവരും വയറ് നിറച്ച് കുടിച്ച് എൻജോയ് ചെയ്യ്. എന്തെങ്കിലും കോൾ അടിച്ചാ? യെസ്, ലൈഫിലെ മെമ്മറബിൾ അച്ചീവ്മെന്റ്. ഞാൻ അച്ഛനാവാൻ പോകുന്നു. ഓ, താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഹലോ ബോസ്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായുള്ളൂ. ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാവരും ശ്രദ്ധിക്കൂ, ഞാൻ അത്രയ്ക്ക് പഴഞ്ചനല്ല. 2 പേർ പരസ്പരം അടുക്കുമ്പോ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുന്നത് അത്രയും നല്ലത്. എന്നാൽ ഈ ഇടയ്ക്ക് നമ്മളെപ്പോലുള്ള കല്യാണം കഴിക്കുമ്പോ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ പ്രധാന പ്രശ്നം അവരുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്ത് വയ്ക്കണം. ഇത് കൂടാതെ നമ്മൾ പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് എടുക്കണം. ഇവരെക്കാൾ നല്ലത് എന്നെ പോലെ പോളിസി എടുത്താൽ വളരെ നല്ലതല്ലേ? അതായത് നമ്മുടെ ഭാര്യമാർക്ക് പിള്ളേരെ വളർത്തുക എന്ന ബാധ്യത കൊടുത്താൽ നമ്മൾ ഉടനെ പോളിസി കൊടുക്കാൻ പറ്റും. അതായത് നീ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നത് മണ്ടത്തരമാണെന്നാണോ? മണ്ടത്തരെന്ന് ആരും പറയില്ല, കാര്യത്തിന് കൊള്ളാത്തവനെന്ന് പറയും. എന്റെ ഉദ്ദേശം പെർഫെക്റ്റ് ആണ്. നിന്നെ വിശ്വസിച്ച് വന്ന പെണ്ണിന്റെ ഇഷ്ടാനിഷ്ടം മനസ്സിലാക്കാതെ ദാമ്പത്യത്തിന്റെ പേരും പറഞ്ഞ് പെട്ടെന്ന് പ്രഗ്നന്റാക്കി വീട്ടിലാക്കിയിട്ട് ഇഷ്ടം പോലെ പാർട്ടി നടത്തുന്ന നിന്നെ പോലുള്ള ഭോഷന്മാരെ മൃഗം എന്ന് പറയും. എന്തിനാ ആശാൻ ഇത്രയും കോപം? അബദ്ധത്തിൽ നിന്റെ ഭാര്യ നിന്നോട് ഇതുപോലെ എങ്ങനെ ചോദിച്ചോ? ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന്? രാജു, stop it. രാജു, let's go. രാജു, എന്നെ ശരിക്കും അവൻ അറിയില്ല. നീ പറഞ്ഞോണ്ടാ ഇപ്പൊ ഞാൻ അവനെ വിട്ടത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. പോട്ടെ രാജു, അയാളുടെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. എന്താടി നീ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവൻ പറഞ്ഞത് കറക്റ്റ് ആണോ? രാജു, അതല്ല ഉദ്ദേശിച്ചേ. Then what do you mean? അയാൾ പറഞ്ഞ പോലെ നമ്മൾ നടക്കണോ? ഓക്കെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കാം. എന്താ രാജു, കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ ഒരുപാട് സന്തോഷത്തിലാ. ഈ സന്തോഷം എനിക്ക് എന്നും ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. എന്താ മൈഥിലി, ഇത്ര ഇമോഷനായി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇനി മുതൽ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഓ, ബൈ ദ വേ, ഒരു കാര്യം കൂടി, ഹോട്ടലിലെ ഡെലിഗേറ്റിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. സോ ഓൺ ദ വേ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുമ്പിൽ നിർത്തണം. ഓക്കെ? യെസ് മാഡം. You will get 50,000 pounds out of this deal. രാജു, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. ഈ അവസരം ഒരിക്കലും കൈവിടരുത്. ഓക്കെ? ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്.
1 second. പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമില്ലാന്ന് പ്രിയ? പറഞ്ഞു എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? ഇനി എന്നെ ശല്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ലീവ് മീ അലോൺ, ജെയിംസ്. ഐ ഹേറ്റ് യു. ഐ ഡോണ്ട് ലൈക്ക് യു. പ്ലീസ് ലീവ് മീ അലോൺ. Yeah, I know. It's a wonderful opportunity. He will definitely know. Yeah, he will make arrangements. Don't worry. പ്രിയ ഈ ഹോട്ടലിലാണോ താമസിക്കുന്നത്? ഏയ്, ആ വെയിറ്റ് ചെയ്യ, അവിടെ വാ. മൊബൈലിൽ സിഗ്നൽ പറഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് ഓക്കെ, കം. രാജു, ഒരാഴ്ച നിന്റെ അടുക്കളയിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ മിസ് യു. ഡോൺ വറി, ഞാൻ നിന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യില്ലേ? See you then. ബൈ. Bye. എങ്ങോട്ടാ? ഒരു പാവം പെൺകുട്ടി, അവളെ രക്ഷിക്കാന്ന് വിചാരിച്ചു. പെൺകുട്ടിയെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യല്ലേ, ആ പിറകിലുള്ള റൗഡികളെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യും. എടാ, നീ ചെന്ന് അവളെ രക്ഷിക്കടാ. 6 അടി പൊക്കം ഉണ്ടായിട്ട് കാര്യമില്ലടാ. പെൺകുട്ടികളെ സഹായിക്കാനുള്ള മനസ്സ് വേണോടാ, മനസ്സ്. ആണോ?
ഏയ് ആ ഇരുമ്പ് വടി എടുത്തോണ്ട് ഇവനെ അടിക്ക്. പെട്ടെന്ന് എടുത്തോണ്ട് വാ. എന്തിനാ നോക്കിയിരിക്കുന്നേ? നിനക്ക് ശരിക്കും ബോധമുണ്ടോ? നിന്നോട് വടിയെടുത്ത് അടിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഒരുമാതിരി വടി പോലെ നിന്നത്? ഞാൻ എന്തിനാ ചെയ്യുന്നത്? എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ബിൽഡപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ വേണം ചെയ്യാനായിട്ട്. അത് ശരി. നീ പാതിരാത്രി ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? പാർട്ടിക്ക് പോയോ സിനിമയ്ക്ക് പോയോ? അവർക്ക് നിനക്കും തമ്മിൽ എന്താണ് ബന്ധം? അവരെന്തിനാ നിന്റെ പിറകെ വന്നത്? ശരിക്കും നീ എന്താ ചെയ്തത്? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് കരുതി ക്വസ്റ്റ്യൻ ചെയ്യണോ? ശരിയാടാ, നീ കുറച്ച് നീ മിണ്ടരുത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തിയാടിയത്. എവളെ രക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്താ പറഞ്ഞത്? 6 അടി പൊക്കമല്ല, അരേഞ്ച് മനസ്സാണ് പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടതെന്ന്. ഇവൾക്ക് അരേഞ്ച് മനസ്സ് പോലും ഇല്ല താങ്ക്സ് പറയാൻ. ലിഫ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അതും ഇത് എല്ലാം കൂടി ചേർത്ത് നിനക്ക് ഒരു താങ്ക്സ് തന്നേക്കാം. അവള് പിന്നെ പറഞ്ഞോളും. ആ താങ്ക്സ് നീ മേടിച്ചിട്ട് ലിഫ്റ്റും കൂടി നീ മേടിച്ചോ. ഹലോ ഹലോ മിസ്റ്റർ. അണ്ണനൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ സൈക്കിൾ ഡ്രോപ്പ് ചെയ്തോട്ടെ. നീ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നിന്റെ തട്ടുകടയിക്കണ ദോശ ഓംലെറ്റും ഒക്കെ നാട്ടുകാർക്ക് ഞാൻ വിളമ്പി കൊടുക്കും അല്ലേ? വാ മോളെ, നിനക്ക് മോഡലിംഗ് ഇഷ്ടാണോ? അതൊന്നും കുഴപ്പമില്ല. ഗോവ വരുന്നുണ്ടോ? ഹലോ, ആ പെൺകുട്ടി വന്നോ? ടിഫിൻ കഴിച്ചാ? അവിടുന്ന് പുറപ്പെട്ടെന്നോ? ആരാടാ പെണ്ണ്? ആരായാലും എന്താടാ? ഇന്നലെ രാത്രി ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽ വന്ന് ഞാൻ കണ്ടു വട്ടുപിടിച്ചു. നിനക്കും വട്ടുപിടിക്കും. എവിടെ? എവിടെന്ന് വെച്ചാ അത് ദാ വരുന്നു. കൊള്ളല്ലേടാ, എവിടെയോ കണ്ട പരിചയം അല്ലേടാ? മാഡം 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 വരൂ, സൂക്ഷിച്ച് വരൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു സൂപ്പർ മോഡൽ ഉണ്ടെന്ന്, അത് ഇവളാ. ഇതേത് മോഡലാടാ? ഇവളൊരു അഹങ്കാരിയല്ലേ? നീ ഒരു അഹങ്കാരി തന്നെയാ. നീ ഒരു കത്രീന കൈഫ്. നീ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടി. ഹെൽപ്പ് ചെയ്യുന്നവരോട് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറയണം. അതിന് നിനക്ക് അർഹതയില്ലല്ലോ. ഇവളുടെ മുഖം നോക്ക്, ബീച്ചിൽ വന്നിരിക്കുന്ന ഒരു കുരങ്ങന്റെ മുഖം പോലെ അല്ലേ? ഇവന്റെ മുഖം കണ്ടില്ലേ? അസൽ ആക്രി കച്ചവടം നടത്തുന്നവരെ പോലെ ഉണ്ട്. ഇവള് മോഡലായാലേ ക്യാമറ ഫിഗർ ഉണ്ടാവില്ല. ഇവൻ ഷൂട്ട് ചെയ്താലുണ്ടല്ലോ കാണാൻ പോലും പറ്റാതെ നേരെ കൊണ്ട് കുഴിച്ചു മൂടിയാലേ ശരിയാവുള്ളൂ. നീ പോടി ഞാഞ്ഞൂലേ. നീ പോടാ മരമാക്രി. ഓ നിർത്ത്. ഇവൻ ഷാരൂഖ് ഖാൻ, ഇവൾ ഐശ്വര്യ റായ്. മനുഷ്യന്റെ സ്വസ്ഥത ഇന്നലെ മൂലം പോയതാ. ചെല്ല്.
ഹലോ, എന്റെ ഫോട്ടോ ഒക്കെ നന്നായിട്ട് എടുത്തോ? അതോ എന്റെ ഫോട്ടോ എടുക്കാൻ മുമ്പിൽ നിന്ന് ഞാൻ ആരെങ്കിലും വിളിക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടുള്ള ദേഷ്യത്തിന് ഫോട്ടോ ഒക്കെ എടുത്ത് ചളമാക്കി വലിച്ചെറിഞ്ഞ് കളഞ്ഞോ? എനിക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നാൽ ഞാൻ ദേഷ്യം കാണിക്കില്ല, സൗന്ദര്യം മാത്രമേ കാണൂ. ഓഹോ, നീ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണല്ലോ. ഇതാ നോക്ക്. വാവ്, എന്നെ ഇതുവരെ ഇത്ര ഭംഗിയായിട്ട് ആരും എടുത്തിട്ടില്ല. ഐ എം റിയലി സോറി. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. ഫ്രണ്ട്സ്, Hello, darkness, my old friend. I've come to talk with you again. Appa. Amma. Hey, are you relaxing? No, I am Mr. Kamesh. Hey, are you relaxing? കാമേശ് എന്ന് പറയുമ്പോ റിലാക്സ് എന്ന് പറയണ എന്തിനാടാ? Are you mad? ഞാൻ റിലാക്സും അല്ല യുവരാജ് അല്ല. നിന്റെ കാര്യം കൊണ്ട് എന്റെ അമ്മേ. ഓ, എന്നാലും ഇവന്മാരെ കൊണ്ട് Hey, are you relaxing? എടാ എന്റെ ദൈവമേ, ഞാൻ റിലാക്സ് അല്ല കാമേഷ്. ഇവരെ കൊണ്ടൊക്കെ തോറ്റല്ല എന്റെ ദൈവമേ. Are you relaxing? Yeah, I'm relaxing. തുണിയില്ലാതെ ഇവിടെ കിടന്ന് ബിയറടിക്കാൻ നിന്നെ തിരക്കി എത്ര പേരാടാ ഇവിടെ അന്വേഷിച്ച് നടക്കണമെന്ന് അറിയാമോ? നിന്നെയൊക്കെ- Thank you. so how's India? How do you like Indians? Oh, India is good, but I haven't seen Indians. എന്ത്, ഇന്ത്യക്കാരെ കണ്ടിട്ടില്ലെന്നോ? When I go to Punjab, Punjabis, Bihar, Biharis, Madras, Tamilians, Andhra, Telugu, Kerala, Keralians, bad Telugu people. ലൈറ്റർ വാങ്ങിയിട്ട് അണ്ണൻ ഒരു ഗ്ലാസ് തന്നിട്ടാ പോയത്. ഇപ്പോഴാ മനസ്സിലായത് എന്തിനാ വെള്ളക്കാർ നമ്മളെ തീറ്റി പോറ്റിയതെന്ന്. അതൊക്കെ പോട്ടെ, നമുക്കൊരു അർജന്റാ ഒരു റിഫ്രഷ്മെന്റ് വേണം. റിഫ്രഷ്മെന്റോ? റിഫ്രഷ്മെന്റ് വേണ്ട, നമുക്ക് എന്തെങ്കിലും ബെറ്റ് വെച്ചാലോ? ഓക്കെ, ഞാൻ പൈസ അല്ലാതെ വൈൻ ബോട്ടിൽ കൊണ്ടുവരാം, നീ ഗ്ലാസ് കൊണ്ടുവരണം. ഇപ്പൊ കൊണ്ടുവരും. ഇവളെ കണ്ട ആരാ കൊടുക്കാലാത്തത്? ഗ്ലാസും അണ്ടാവും ചരുവും എല്ലാം കൊണ്ടുവരും. ഈ നല്ല മോന്ത കണ്ടാ പോരെ. ഡൺ. ഓക്കെ, നീ ഇവിടെ നിൽക്കി. ഓക്കെ, അല്ല, എക്സ്ക്യൂസ് മീ. യെസ്, വാട്ട് യു വാണ്ട്? ആ പെൺകുട്ടിയെ ഒന്ന് നോക്കൂ. വേറൊന്നുമല്ല, ഞങ്ങൾ ഒത്തിരി നാളായി പരസ്പരം സ്നേഹിക്കുന്നു. ഞങ്ങൾ ഇന്നു മുതൽ വേർപിരിയാൻ പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണിത്. ഓ, സോ സാഡ്. അതിന് ഞങ്ങൾ രണ്ടുപേരും അവസാനമായി ഒരുമിച്ചിരുന്ന് വൈൻ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, പേഴ്സ് ഹോട്ടലിൽ വെച്ച് മറന്നു. പ്ലീസ് ഗീവ് മീ യുവർ അക്കൗണ്ട് നമ്പർ, ഐ വിൽ ട്രാൻസ്ഫർ ദ മണി. ഞാനൊരു പക്ക ജെന്റിൽമാനാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റെല്ല, പ്ലീസ് കം. ഇവളാണ് ഷോപ്പ് ഓണർ. ഷീ ഈസ് മൈ വൈഫ്. ഹായ്. ഞാനും നിന്നെ പോലെ പാർട്ടിക്ക് ശേഷം പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവളോട് ഹെൽപ്പ് ചോദിച്ചു. ഇങ്ങനെ ആ പൈസ കൊടുക്കുന്ന പ്രോസസ്സിൽ ഇവൾ എൻ്റെ ഭാര്യയായി തീർന്നു. സോ നൈസ് സ്റ്റോറി. One second. This for you. Have a wonderful time. Wow. Thank you. All the best. Okay. Stella, go and work. വൈനല്ല, ഷാമ്പ്യൻ ബോട്ടിലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ നിന്റെ ചാൻസ്. നീ പോയി ഗ്ലാസ് എടുത്തിട്ട് വാ. എവിടെ നിന്ന് കൊണ്ടുവരാനാ? Bet is the bet. You have to go. Go. ഓക്കെ. Madam, order please. Can you give me some time? Oh, boyfriend വെയിറ്റ് ചെയ്യാണല്ലേ? Yeah. Okay. Hey, Bera. Come. Look. Go. Hey, നിങ്ങളുടെ ബാഗ് This is my കാണിക്ക്. bag. No. Hey, show me your Let me bag. go. Hey, എന്തേത്?
I'm not thief. സാർ ഇവിടെ കള്ളിയാണ് സാർ. ഗ്ലാസ് മോഷ്ടിക്കാൻ ശ്രമിച്ചു. ശരി കള്ളിയാണല്ലേ ഇവിടെ ഇപ്പൊ തന്നെ പോലീസിൽ I'm not a thief. Let me go, ഹലോ please. I'm sorry. അറിയാൻ പറ്റില്ല. Don't call police. ഇവിടെ എന്തിങ്ങനെ Please let me go. വീട്ടിലാരും ചോദിക്കാൻ പറയും. കൂൾ. സോറി, തെറ്റ് ഇവളുടേതല്ല. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാനാ ഇവളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ പേഴ്സ് ഞാൻ ഹോട്ടലിൽ വെച്ച് മറന്നുപോയി. ഒരു ബെറ്റ് വയ്ക്കാൻ വേണ്ടി ഗ്ലാസ് അടിച്ച് മാറ്റിയത്. എല്ലാവരും ജോക്കിന് വേണ്ടിയാ. ഇത് അവളുടെ തെറ്റല്ല, എല്ലാം എൻ്റെ ഫോൾട്ടാ. നിങ്ങൾ പൊയ്ക്കോളൂ. ടേക്ക് യുവർ സീറ്റ്. സോറി പ്രിയ, അവരുടെ മുന്നിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് കിസ് തന്നത്. മഞ്ഞിൽ പൂക്കും മലരു പോലെ നീ ബീതോവന്റെ കവിത പോലെ നിൻ സാമീപ്യത്താൽ നെഞ്ചോരം ഏതോ 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 ഒരു ഫീൽ. വാനിൽ മഴ കണ്ട് കേകി നടമാടി എന്നെ 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 തേടി നീ. തിരകളെ തീരം നനയുന്നു, മാറിവിൽ മഴയിൽ തെളിയുന്നു, നീരടം നഭസിൽ നിറയുന്നു എന്നുമേ. ഒരു ചെറു സൂനം പോലെ അതിൽ മകരന്തം പോലെ മഞ്ഞിൽ പൂക്കും മലരു പോലെ നീ ബീതോവന്റെ കവിത പോലെ. കാലമേ സുഖജാലം നൽകൂ, മാഘമേ കുളിരോളം നൽകൂ, അമ്പിളി കലമഞ്ചം നൽകൂ, വെണ്ണില തമ്മിൽ തമ്മിൽ പുൽകും നേരം നീയം വീണയിൽ നീട്ടും രാഗം. മഞ്ഞിൽ പൂക്കും മലരു പോലെ നീ ബീതോവന്റെ കവിത പോലെ. ഹലോ, വേണ്ട ഞാൻ വരാം. വേണ്ട ഞാൻ വരാന്നേ. ഓക്കെ ബൈ. പ്രിയ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വൈകുന്നേരം 4 മണിക്ക് സെയിന്റ് ആനീസ് ചർച്ചിൽ വന്നാൽ മതി. ഏയ്, കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ?
ഐ എം റിയലി സോറി രാജു. നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ. എടാ, ഇത് ഇക്കാലത്തല്ല സാധാരണയാ. എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോകുന്നോ ആർക്കും അറിയില്ല. വെറുതെ ആ പെണ്ണിനെ ഓർത്ത് നിന്റെ ലൈഫ് ഫ്യൂച്ചറും വേസ്റ്റ് ആക്കാതെ നിനക്ക് നിന്റെ പേരൻസ് എന്ന മാരേജ് ആണ് നല്ലത്. പേരൻസിന്റെയും സുഹൃത്തുക്കളുടെയും ദൈവത്തിന്റെ അനുഗ്രഹം നിനക്കുണ്ടാകും. മൈഥിലിയാ നിന്റെ പെണ്ണ്. എക്സ്ക്യൂസ് മീ, എൻ്റെ ഫ്രണ്ട് പ്രിയ 3 ദിവസമായി റൂം നമ്പർ 304 പക്ഷെ 2 ദിവസമായിട്ട് കാണുന്നില്ല. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് പറയാമോ? അറിയില്ല. വി ക്യാൻ എക്സ്പെക്ട് അറ്റ് എനി ടൈം. ഹലോ ഹലോ രാജു. മൈഥിലി. രാജു, ആർ യു ഓക്കേ? യാ മൈഥിലി. മൈഥിലി, ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയ്. ഒന്നുമില്ല, പിന്നെ പറയാം. അത് പോട്ടെ. നിങ്ങൾ പോയ കാര്യം സക്സസ് ആയെന്ന് കേൾക്കുമ്പോഴാ എനിക്ക് സന്തോഷം. രാജു പെട്ടെന്ന് വരുന്നതും കാത്തിരിക്കാൻ ഞാൻ. ബൈ. Love is a ball, love will never fall. Love is in the air all the while. Love is thick and thin, love is everything. Love is in our hearts and our dreams. In the middle of an ordinary life, love gives us a beautiful fairy tale. ചോരനായി ചാരേവാ ചെമ്പനീർ ഗന്ധം താ മുത്തമായി ചുണ്ടിൽ ചേരാൻ വാ മേഘമായി നീ വാവാ കേകിയായിടാം ഞാൻ മോഹജാലങ്ങൾ തീർക്കാൻ നിൻമീതാ എൻ ജീവനിൽ നീ ശ്വാസമായി ഞാനിനി നിന്നിഴലാ ചിരകാലമോഹമായി വാ ഉയിരോട് ചേരുവാൻ വാ ഇനി നീലവാനിലെ നീരതങ്ങളായി ഒഴുകി വരാം തഴുകി വരാം ചോരനായി ചാരേവാ ചെമ്പനീർ ഗന്ധം താ മുത്തമായി ചുണ്ടിൽ ചേരാൻ വാ
കോകിലം നീയാകിൽ കൂജനം ഞാനാകാം രാഗമായെന്നും ചുണ്ടിൽ ചേർന്നീടാം ഞാനിന്ദ്രനോ നീരംഭയോ സ്വരസുധയോ ലയമോ കുളിർമഴയിൽ നനയുകനാ മാധവം നീയാകിൽ പൂങ്കുയിൽ ഞാനാകാം സ്വപ്നമേ തേനുണ്ണാനായി വന്നു ഞാൻ നീ നിറയൂ നീ തെളിയൂ കരളിനുള്ളിൽ കതിരാ ഇതുപോലെ ആഗ്രഹങ്ങൾ നിറവേറിടും ദിനങ്ങൾ ഇനിയുള്ള കാലവും തന്നിടേണമേ പ്രിയ കലികേ അനവരതം ചോരനായി ചാരേവാ ചെമ്പനീർ ഗന്ധം താ മുത്തമായി ചുണ്ടിൽ ചേരാൻ വാ ഇനി നിനക്ക് ഒരാഴ്ച സമയം തരും. സമ്മതിച്ചാൽ നമ്മുടെ കല്യാണം നടക്കും. സമ്മതിച്ചില്ലെങ്കിലും കല്യാണം നടന്നിരിക്കും. എടാ ആ പെണ്ണ് നിനക്ക് ആരാ? എവിടെ നിന്നോ കയറി വന്ന ആ പെണ്ണിനെ കുറിച്ച് നീ എന്തിനാ ഇത്ര ആലോചിക്കണത്? നീ വിഷമിക്കാൻ വേണ്ടി അല്ലളിയാ. നിനക്കിതിന്റെ ഭാര്യ, ജോലി, കുടുംബം ഇത് മതി. വേറെ ഒന്നിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പ്രിയെ കണ്ടില്ലായിരുന്നെങ്കിൽ അവളെ കണ്ടതിന് ശേഷം ഒരു നിമിഷം പോലും സ്വസ്ഥത കിട്ടുന്നില്ല. അവൾ എന്നെ എന്തിനാ ഉപേക്ഷിച്ച് പോയെന്ന് എനിക്ക് അവളോട് ചോദിക്കണം. അതാണ് എനിക്ക് പ്രധാനം. അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണം. ആദ്യം അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എന്റെ കയ്യിൽ അവളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് മിസ്സിംഗ് കേസിൽ പോലീസിൽ കൊടുത്താലോ? കേസൊക്കെ ആയാലേ ന്യൂസ് മൊത്തം പബ്ലിക് അറിയും. ആ ഒരു ഐഡിയ നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. എന്താടാ? രാത്രിയിൽ ഒരു ജുവലറിയിൽ കള്ളൻ കയറിയിട്ട് ആ കള്ളനെ കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചു. അവൻ ആ കള്ളനെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിച്ചു. ആരാണവൻ? റീത്ത, റീത്ത, നീ എവിടെയാണ്? റീത്ത, നിന്നെയാണ് വിളിക്കുന്നത്. നീ താഴെ എവിടെ എന്ത് ചെയ്യുന്നു? എണ്ണ വേണോ? സാറ് കളഞ്ഞ കടല ഞാൻ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. കടല പെറുക്കുകയാണോ? എല്ലാം പെറുക്കിയെടുത്തു. ആ ഡസ്റ്റ്ബിന്നിലിട്ടേരെ. ഓക്കെ സാർ. എന്തിനാ ഇതിലിട്ടെ? സാറ് കഴിക്കുമ്പോ ഇനിയും താഴെ പോവില്ലേ? അതുകൊണ്ട് നീ ശരിയാകില്ല. സാർ ഒരു ഐഡിയ ഉണ്ട്. ഈ കടല ചെറുതായത് കൊണ്ട് വായിലേക്ക് ഇടുമ്പോ അകത്തേക്ക് പോവില്ല. ഇത് ആപ്പിൾ ആണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് വായിലകത്തേക്ക് പോവും. ഒരു കാര്യം ചെയ്യ്, നീ ആ മാർക്കറ്റിൽ പോയി ഒരു കുമ്മട്ടിക്ക വാങ്ങിച്ചോണ്ടോ. അത് ഈസി ആയിട്ട് വായി വീഴും. ഓക്കേ സർ, വണ്ടർഫുൾ ഐഡിയ. ഹലോ സാർ, എന്റെ പേര് ജാനകി. ഷൗക്കർ ജാനകിയോ അതേ എസ് ജാനകിയോ? വെറും ജാനകി. ഓ പറയൂ. എനിക്ക് സാറിന്റെ സഹായം വേണം. ഹെൽപ്പ് ഗ്യാരണ്ടി അല്ലേ, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിന് കുറച്ച് ദുട്ട് കൊടുക്കേണ്ടി വരും. ഉറപ്പായിട്ടും ചെയ്യും സാർ. ഹെൽപ്പ് ചെയ്യുന്നതിന് ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്യണം. സാർ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്യണ്ട. സാർ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പരസ്പരം ഹെൽപ്പ് ഉണ്ടാവില്ല. സാർ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആവില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ?
സാറ് കാണുന്നില്ലേ? എന്ത് കാണുന്നില്ല? അത് കാണുന്നില്ലേന്ന്? അതെന്ത് കാണുന്നില്ലേന്ന്? ഞാനിപ്പോ പറഞ്ഞില്ലേ, അതാ കാണുന്നില്ലേ എന്ന് പറഞ്ഞത്. സാർ എന്ത് കാണുന്നില്ലെന്ന് പറഞ്ഞേ? സാറിപ്പോ ചോദിച്ചില്ലേ? അത് കാണുന്നില്ലേ എന്നാ ചോദിച്ചത്. ഓ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഇങ്ങോട്ട് നോക്കിയാ, നീ ഇവിടെ വന്നില്ലേ? നീ എന്തിനാ വന്നത്? ഞാൻ സാറിന്റെ അടുക്കൽ വന്നത് എന്റേത് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയാൻ. ഓ, അതേടാ, എന്താ കാണാത്തത്? അതെ സാർ, കാണേണ്ടത് കണ്ടില്ലെങ്കിൽ എത്രമാത്രം വിഷമം വരുമെന്ന് സാറിന് അറിയാമോ? ഓ, ശരിക്കും എനിക്ക് എന്താ കാണേണ്ടത്? എങ്ങനെയാ കാണേണ്ടത്? എവിടെയാ കാണേണ്ടത്? സാറിന് കാണാൻ പറ്റാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത് കാണാൻ പറ്റുന്നില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വന്നത്. ഓ, പണ്ടാരാടങ്ങാനായിട്ട് നിനക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? നീ ഇവിടെ ഇരിക്കണോ? ഇയാളെ 3 ദിവസമായിട്ട് കാണുന്നില്ല. നിങ്ങൾ ഐ ആം ഡോക്ടർ ജെന്നി, മെന്റൽ ഡോക്ടർ. അയ്യോ, നേരത്തെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലേ, അതിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ നിൽക്കുന്നത്. ഈ ചെയ്തതിനൊക്കെ വളരെ നന്ദി. ശരി ശരി ശരി, പിടിച്ചോ. പേയ്മെന്റാ? ഡാഡി. ഞാൻ ഡാഡിയല്ല, നിന്റെ ഡോക്ടറാ. ശരിക്കും നിന്റെ ഡാഡി ആരാടാ? ഓ, നിന്നെ ഞാൻ തല അടിച്ചു. ഇപ്പൊ ഡാഡി എന്ന് വിളിച്ചത് കുറച്ച് കഴിയുമ്പോ ഡാർലിംഗ് എന്നാക്കും. ഡാർലിംഗ്? അയ്യോ, മെന്റലാണോ? എന്റെ അമ്മേ. സാർ, ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എന്താ സാർ, ആപ്പിളാണോ? ഇന്നാ സാർ ആപ്പിൾ. അതെ, ഈ കേസ് ഡീൽ ചെയ്യാൻ പറ്റിയ ആളാ. എന്താ പറന്നുപോയ പട്ടം കണ്ടുപിടിക്കണോന്നോ? ഇനി ഫോൺ ചെയ്താ കൊന്നോളെ. ഇതാണ് ഞാൻ പറഞ്ഞ ചിട്ടി ബാബു. എക്സ്ക്യൂസ് മീ, ഡിറ്റക്റ്റീവ് ചിട്ടി ബാബു. അത് തന്നെ, ഡിറ്റക്റ്റീവ് ചിട്ടി ബാബു. കണ്ടില്ലേ? നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ലേ? സാറ് കാണിച്ചു തരുമെന്ന് പറഞ്ഞ ടൈം. ഐ വാണ്ട് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഓൾ ഡീറ്റെയിൽസ്. അയ്യോ, ഫോട്ടോ താഴെ പോയി. ആ പെണ്ണിന്റെ പേര് പ്രിയ. ഇവിടെ നിന്ന് പറഞ്ഞാ മതി. പെണ്ണിന്റെ പേര് പ്രിയ. കൂട്ടുകാരന്റെ ലവറാ. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എത്ര പൈസ ആയാലും കുഴപ്പമില്ല. അത്രയൊന്നും വേണ്ട. മൊത്തം 3 ലക്ഷം രൂപ തരാം. ഓക്കെ, ഇന്ന് മുതൽ നിന്റെ ലവർ എന്റെ കീപ്പാണ്. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഈ കേസ് ഞാൻ തന്നെ ഡീൽ ചെയ്യാം. അങ്ങനെ. ഓക്കെ, ശരി ശരി. ഓക്കെ, ബൈ ബൈ. 3 ലക്ഷത്തില് നിനക്ക് ക്യാൻസലാ? അതല്ല, എനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചാൽ 10 ലക്ഷം രൂപ തരാം. ഫോട്ടോ ഒന്നുമില്ല. ഈ പെൺകുട്ടിയെ പോലെ തന്നെ ഒരു മൂക്ക്, 2 കണ്ണ്, 2 ചെവി, 2 കൈ. എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു നല്ലൊരു പെണ്ണിനെ വേണം. ഞാനിതുവരെ കേട്ടിട്ടില്ല. പിന്നെയല്ലേ നിന്റെ കാര്യം. ഞാൻ ഡിറ്റക്റ്റീവ് ആണ്, മാരേജ് ബ്രോക്കർ അല്ല. അത് പോട്ടെ, ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാണോ? പോടാ. അയ്യോ, പെട്രോൾ തരുന്നല്ലോ. എടാ, റോഡിന്റെ നടുക്കോട്ട് ബൈക്ക് എടുത്ത കാർ വന്നിരിക്കും. വണ്ടി നോക്കി നിർത്തണ്ടേ? വണ്ടി ഓടിക്കുമ്പോ ട്രാഫിക് നോക്കട്ടെ. പെട്രോൾ തീർന്നു പോയി. ശരിയാവില്ല. പറ്റില്ലല്ലോ. ആ, പറയടി. രാജു ലണ്ടനിലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടല്ലോ ഞാൻ. ഏയ്, നോ വേ. രാജു ലണ്ടനിലാണ്. ഇപ്പൊ വർക്കില്ല. നിനക്ക് ആള് മാറിയതാവും. മൈഥിലി, നീ ശരിക്കൊന്ന് ചെക്ക് ചെയ്യ്. ഞാനിപ്പോ രാജുവിനെ കാമേഷിന്റെ കാറിൽ കണ്ടതാ. ഡോണ്ട് ബി സിലിയ, ഫോർഗെറ്റ് ഇറ്റ്. ആ, ഞാൻ പോകാം, നീ കഴിക്കേ. ഏതെങ്കിലും പേപ്പറുകാരനായിരിക്കും. നമസ്കാരം. വണക്കം വണക്കം. ഗുഡ് മോർണിംഗ്. വണക്കം. എന്തായിരുന്നു പരിപാടി? അല്ല, ബിരിയാണി, പിസ്സ. അല്ല, ഞാൻ ചോറിന്റെ ആയിരുന്നു. അല്ല, അതിനെന്താ പറയാ? നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? ഒറ്റക്കായിരുന്നു, ഞാൻ ഒറ്റക്കായിരുന്നു. പോട്ടെ, വിഷമിക്കണ്ട ഏട്ടാ. നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ രാജുവിന് വിഷമാവും. രാജു എപ്പോ? എവിടെ? രാജു ഇവിടെ ഇല്ലല്ലോ. രാജു ഇവിടെ ഇല്ല. അവന് ലണ്ടനില്. അതെ, രാജുവിന്റെ വിഷമം കണ്ടിട്ട് ചേട്ടന്റെ അനിയത്തിയായി ഞാൻ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചേട്ടന്റെ സമ്മതം മാത്രം അറിഞ്ഞാ മതി. ഞാൻ കരുതിയ പോലെ തന്നെ എന്റെ കല്യാണം എന്നെ തേടിയെത്തിരിക്കുക. എന്താ ഏട്ടാ? അതെ, എനിക്ക് എന്റെ അനിയത്തി എനിക്കൊരു കല്യാണം കൊണ്ടുവന്നുള്ളതെന്നോർത്ത് സന്തോഷിക്കുകയായിരുന്നു.
ഇവള് ഇലിയാന, ബോംബെക്കാരിയാ. ഇത് നയൻതാര, കേരളക്കാരി. ഇത് അനുഷ്ക, ഇവള് ബാംഗ്ലൂർക്കാരിയാ. എങ്ങനെയുണ്ട്? എനിക്കൊരു മലയാളി പെണ്ണു മതി, ആലപ്പുഴക്കാരി. അത് മതി. എന്നാ ഇത് നോക്ക്. ആ ഡോർ മാത്രം തുറക്കരുത്. എന്താ നാഗവലി ഉണ്ടോ ഇവിടെ? ഇല്ല, അവളുടെ ചേച്ചി ചന്ദ്രമുഖി ഉണ്ട് അവിടെ. ഈ ഫോട്ടോയിൽ ഞാൻ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിന്നെ ഞാൻ വിളിക്കാം. ആ ഓക്കെ, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോ. ആ ഇവിടെ ആരുമില്ല, ഞാൻ പറഞ്ഞില്ലേ. എന്തു പറ്റി? ഞാൻ വന്നപ്പോ മുതൽ ചേട്ടൻ ടെൻഷനിലാണല്ലോ. അല്ല, എനിക്ക് പെണ്ണ് കാണുന്നതിന് വേണ്ടി ഫോട്ടോ ഒന്നുമില്ല, അതിന്റെ ടെൻഷനാ. എന്തിനാ വരയ്ക്കുന്നേ? ഓ എന്റെ ദൈവമേ, ഇതിനോട് എന്നാ ഞാൻ പറയും. ശരി, ഇതിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് രാജുനെ ഫോൺ ചെയ്ത് പറയും. വേണ്ട, രാജു ബിസി ആയിരിക്കും. നീ സംസാരിച്ചോ. ഹലോ ഹലോ മൈഥിലി. ഹലോ രാജു. മൈഥിലി. ഹലോ രാജു, നിങ്ങളുടെ വോയിസ് എന്നാ ക്ലിയർ അല്ലാത്തെ? സിഗ്നൽ നല്ലപോലെ കിട്ടുന്നില്ല. രാജു, ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്ക്. ശരി മൈഥിലി. Yes, what can I do for you? Hello, this is Mr. Raj. I booked a room 420 at your hotel. I am not able to make an international call to India. Could you connect one number, please? Yeah, it's 98480 11112. Sure, just hold for a while. Hello, your call got connected. You can talk now. ഇവിടെ ഇരുന്നാ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. വെളിയിൽ പോയി Hey, ലണ്ടനിൽ നിന്നോ? Hello രാജു. Hi Maithili, how are you? I miss you. I miss you too. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് കാമേഷ് നല്ലൊരു ആലോചന കൊണ്ടുവന്നിരിക്കാം. Okay. നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ആയോ? അത് സാരമില്ല. ഓക്കെ, ശരി, പിന്നെ വിളിക്കാം. ബൈ. ലണ്ടനിൽ നിന്നായിരുന്നു. എന്നാ ഞാൻ പോയിട്ട് വരാം. ചേട്ടാ. കണ്ടാടാ ഞാൻ എങ്ങനെ മാനേജ് ചെയ്തു. ഐഡിയ എന്നാൽ ഇങ്ങനത്തെ ഐഡിയ വേണം. കമേഷ്, ഇവനെ ഒന്ന് ഷോക്ക് അടിപ്പിച്ചു നോക്കിയാലോ. ഞാൻ ഏത് കേസിൽ ഇടപെട്ടാലും അത് പെട്ടെന്ന് കഴിയണം. റീത്ത, നീ ടക്കാന്ന് പ്രിയെ വിളിച്ചോണ്ട് വാ. ഓക്കെ സാർ. ഞാൻ പറഞ്ഞില്ലേ ഇയാളൊരു പുലിയാ. എല്ലാം പെട്ടെന്ന് നടക്കും. ഇവളെന്റെ കൂട്ടുകാരന്റെ ലവറല്ല. പ്രേമിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ വെറുതെ ഉപേക്ഷിക്കരുത്. ഓടിച്ചെന്ന് സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവാ. ഈ പെണ്ണ് പ്രിയ അല്ല സാർ. ഞാനൊരു കേസ് ഏറ്റെടുത്താൽ അത് കണ്ടുപിടിച്ചതിന് ശേഷമേ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൂ. ബോംബ് ബ്ലാസ്റ്റിംഗ് പ്രിയ അല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഇഡിയറ്റ്, വേസ്റ്റ് ഫെലോ. ഈ പ്രാവശ്യം ശരിക്കുള്ള പെണ്ണിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചവിട്ട് കിട്ടും. സോറി സർ, ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. എന്ത്? ഫയലിലുള്ള ഫോട്ടോ മാറിയതാ. ആ കുട്ടിയല്ല പ്രിയ. നേരത്തെ പറയാൻ ഞാൻ അത് പറയാൻ വേണ്ടി സാറിന് തോണ്ടിയത്. അതിനായിരുന്നു. പിന്നെ സാറിന്റെ വിചാരിച്ചേ? ഞാൻ വേറെന്തിനു വേണ്ടിയെന്നാ കരുതിയത്. ഞാൻ വെറുതെ നിൽക്കുക, ചൊറിഞ്ഞേരട്ടെ. നീ ചൊറിഞ്ഞോ? അവ വന്ന് ചൊറിഞ്ഞോ? ചൊറിയാൻ വന്നിരിക്കുന്നു. ഒറ്റ അടി. എന്താടാ? അല്ല രാജു, നാളെയോ മറ്റന്നാളെ പ്രിയെ കിട്ടും. പക്ഷെ മൈഥിലി എന്ത് ചെയ്യും? പ്രിയെ കുറിച്ച് നിന്റെ ഭാര്യയോട് എന്ത് പറയും? അതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ഒന്നും ആലോചിക്കുന്നില്ല. എനിക്കിപ്പോ പ്രിയെ കിട്ടിയാ മതി. ഗുഡ് നൈറ്റ്. പ്രിയെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ കിടക്കാൻ പോവാണോ?
വെറുതെ മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തിട്ട് ഉള്ള കുപ്പയും തീർന്നു പോയി. ഇതെല്ലാം ലവ് സീൻ തന്നെ. చిన్న పాపకేమో చీర కాస్త చిన్నదాయర, పెద్ద పాపకేమో బయట కాస్త పెద్దదాయర. చిన్న పాపకేమో చీర కాస్త చిన్నదాయర, పెద్ద పాపకేమో బయట కాస్త పెద్దదాయ. చూడలేకపోతే ఇరువురు భామల కౌగిలిలో స్వామి, ఇరుకున పడి నీవు నలిగితివా. ఇరువురు భామ പ്രിയ, മൈഥിലി രണ്ടും കൂടെ ചേർത്ത് അങ്ങ് വിഴുങ്ങ. സുന്ദരമാം സന്ധ്യകളിൽ കുളിർന്നുള്ളാൻ വാ, നീ സുന്ദരിയായി വാ. പ്രിയമുള്ളോളെ രാഗാവേശം സുന്ദരമാം സന്ധ്യകളിൽ കുളിർന്നുള്ളാൻ വാ, നീ സുന്ദരിയായി വാ. ഏതോ ഒരു ഫംഗ്ഷനിലെ എന്തോ ചില ടെൻഷനിലെ നിൻ കണ്ണിൻ നോട്ടമേറ്റ് ഞാനാകെ പെട്ട പോലെ. നേരാണോ അരികിലാരു നീയോ? മെയ്യാകെ മലർത്തുവാൻ നീ ഏതോ ലതയായ എന്നുടൽ മേലെ വായോ. ഇത് തന്നെ He's a macho man, he's with the babes, he start the game. ഓ നീയാണെന്നും സംഗീതം, നീയേകിടും സായുജൻ. രാഗമാല തീർക്കാം ഞാൻ അന്തരംഗമലരാലിനി, ചുണ്ടു ചേർത്ത് ചങ്കിൽ നീ ചൂടൂ. മോഹമെന്ന സ്റ്റേഷനിലെ ദാഹമാകും ബസ്സേറി, പ്രമദവനം പോകാമിനി പ്രണയപുരം ചില്ല താണ്ടി മുത്തമാകും ഇന്ധനം നീ തായോ. വരമഞ്ഞൾ കുറിച്ചാർത്തി നീ ഈറൻ മൃദുമേനി രസമേകാൻ പോരൂ. തളിർ പോലെ ആ പുന്നാരമോഹം ഉള്ളാകെ ദാഹം. പൂവിരിയും പുലരികളിൽ തേന്നുകരാൻ വാ, നീ തേന്നുകരാൻ വാ. I want both baby. സുന്ദരമാം സന്ധ്യകളിൽ കുളിർന്നുള്ളാൻ വാ, നീ സുന്ദരിയായി വാ. ചുമ്മാ ചുമ്മാ ചുമ്മാ. Leave me alone. ഇവിടുന്ന് പോ. Go. ഈ പെണ്ണിവിടെ ഉണ്ടോ? പ്രീത, ഞാൻ പ്രിയ കണ്ടു. ഏത് പ്രിയാണ് സർ? സുപ്രിയയുടെ ഹരിപ്രിയാണോ? രാജുവിന്റെ ലവർ പ്രിയ. സർ, സാർ എന്തൊരു ഇന്റലിജന്റാ. എന്താ ചെയ്യേ? ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചേ? ലൊക്കേഷൻ നല്ലതാണെന്ന് ഓർത്ത് ഞാൻ ഇതിന് പോയി താഴെ ഒഴിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ പ്രിയയെ കണ്ടു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം?
സാറ് ചെയ്യാൻ പോയ ജോലി പൂർത്തിയാക്കിട്ട് വരൂ സാർ. നീ ശരിയാവില്ല, ഒറ്റ വേഗം പെട്ടെന്ന് രാജുവിന് ഫോൺ ചെയ്യ്. ഓക്കെ സാർ, ചെയ്യ്. ചെയ്യാം സാർ. ആ രാജു. ഹാ രാജ്, 1 സെക്കൻഡ്. എന്താ സാർ പറയണ്ടേ? നിന്റെ സെക്കൻഡ് സെറ്റപ്പിനെ കണ്ടത് പറ. നിന്റെ സെക്കൻഡ് സെറ്റപ്പ്. നിന്റെ ലവർ പ്രിയെ കണ്ടത് പറ. ഓക്കെ സാർ. ആ രാജു, നിന്റെ പ്രിയനെ കണ്ടുപിടിച്ചു. ആ ഓക്കെ അല്ലേ സാർ? ഓക്കെ. അതെ റീത്ത, ഞാൻ എങ്ങനെയാ പെണ്ണിനെ കണ്ടതെന്ന് പറയാൻ പറ്റുമോ? സാർ എവിടെ കണ്ടാലും അവിടെ മൂത്രം ഒഴിക്കില്ലേ, അങ്ങനെ നീ പോയി വിളിച്ചോ. ആ ചെല്ലി. സാർ സാർ പ്രിയ എവിടെ? ആ പ്രിയ ബിൽഡിങ്ങിലുണ്ട്. ആ വാ വാ വാ. അയ്യോ രാജു രാജു, നീ അങ്ങോട്ട് വയ്ക്കോ. നീ ഇങ്ങോട്ട് വാ. അവൻ എന്നെ കട്ടി പൊക്കോളുണ്ട്, നീ അവന്റെ പറയാൻ പോവാണോ? ബോധം വേണ്ടേടി. ഇതിലെ ഇങ്ങോട്ട്. നിന്റെ അഴകണ്ടവരെ കണ്ണിന്റെ പീസ് പോയി. കൊടുകൈ. അയ്യോ സാർ പറഞ്ഞു. എടാ എന്റെ സാർ നീ അടിക്കുവാ. പറ്റിപ്പോയി. നിന്നെ ശരിയാക്കി തരും. എടീ പോടി പോടി പോടി. രാജു ഒരു മിനിറ്റ്. സോറി സാർ. എടീ നീ ഇവന്മാരെ പാർട്ടിയാണോ എന്റെ പാർട്ടിയാണോ? സാറിന്റെ പാർട്ടിയാ. കൺഫേം? കൺഫേമാ സാർ. തീർച്ചയാണോ? ഡേയ് അവിടെ ഇങ്ങതാ. ആ തുടങ്ങാം. നീയെ പറ്റി ഇപ്പോ എന്തിനാ വന്നേ? 10 ദിവസത്തെ സ്നേഹത്തിന് വേണ്ടി എന്റെ സുഹൃത്ത് രാജു കഷ്ടപ്പെടുമ്പോൾ 10 വർഷത്തെ സ്നേഹത്തിന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കട്ടെ? ഈ ഡയലോഗ് ഹാർട്ട് ടച്ചിങ് ആണ്. ഒന്നും കൂടെ പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. 10 വർഷത്തെ സ്നേഹത്തിന് വേണ്ടി എന്റെ ഫ്രണ്ട് കഷ്ടപ്പെടുമ്പോ 10 വർഷത്തെ സ്നേഹത്തിന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കണ്ടേ അണ്ണാ? സൂപ്പർ അണ്ണ. ഒന്നും കൂടെ പറയണ. 2 പ്രാവശ്യം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് പോ. അയ്യോ സാർ, എന്താ സാർ എങ്ങനെ പൊങ്ങി പോകുന്നേ? അയ്യോ സ്വിച്ച് ഓഫ് ചെയ്യടി, സ്വിച്ച് ഓഫ് ചെയ്യ്. അയ്യോ വേണ്ട. അയാൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് രണ്ടുപേർക്ക് സെറ്റിൽ ചെയ്യാം. മെഷീൻ നിർത്ത്, ഞാൻ താഴെ വന്നാ നിന്നെ കൊന്നുകളയും. വേണ്ട വേണ്ട, നീ പറയുന്നത് കേൾക്കും. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി അച്ഛനും അമ്മയും കളിക്കാം. നിനക്കിപ്പോ ഉടനെ അച്ഛനെ കുഞ്ഞോ ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് പാടി. നീ പാടി. രാജു
പ്രിയ, നീ ഒത്തിരി ക്ഷീണിച്ചു. നിനക്കിപ്പോൾ വേണ്ടത് റെസ്റ്റാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ. ഹലോ. ഹലോ മൈഥിലി. ആരാ? ഞാൻ ആരായാലും നിനക്കെന്താ? എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. കമേഷ്? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ നന്നായി അറിയാം. നിന്റെ കെട്ടിയവൻ രാജു ലണ്ടനിലാണെന്ന് നിന്നോട് നുണ പറഞ്ഞു. അവൻ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ഭാര്യയെ ചതിച്ചു. ഇന്നവൻ ഈ സിറ്റിയിൽ തന്നെ ഉണ്ട്. ആരാ നിങ്ങള്? Who the hell is this? എന്നെക്കുറിച്ച് നീ ആലോചിച്ച സമയമല്ല, നിന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ആ ചതിയൻ്റെ കൂടെയുള്ള നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. വിശ്വാസമില്ലെങ്കിൽ രാജു ട്രാവൽ ചെയ്ത് എയർവേസിന് ഫോൺ ചെയ്യും. നിന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടിക്കുന്ന നിന്റെ കെട്ടിയവനോട് നീ ചോദിച്ചു നോക്ക്. അപ്പോൾ ശരിക്കുള്ള കാര്യം നിനക്കറിയാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ. ഹലോ. Is this Western Hotel London? Yes, what can I do for you? Hi, I just need to know something. Last month 25th, can you please confirm a person called Mr. Raju stayed with you? Just a minute. No, ma'am. He was supposed to. What? Yeah, he was supposed to come, but didn't come. Thank you. ഹലോ, നമസ്കാരം. ട്രാവൽ ഏജന്റ് സ്പീക്കിംഗ്. Hi, I want some small information. Last month 24th, British Airways, Hyderabad to London. Can you please confirm a person called Mr. Raju? ഒന്ന് ഹോൾഡ് ചെയ്യൂ, ചെക്ക് ചെയ്യട്ടെ. രാജു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, യാത്ര ചെയ്തിട്ടില്ല. ഹായ്. നിനക്ക് സുഖമാണോ മൈഥിലി? എന്താ? ഒന്നുമില്ല. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും ചോദിക്കുന്നില്ല. യാത്ര ചെയ്താലല്ലേ ചോദിക്കാൻ പറ്റും. ആ പെണ്ണാരാണ്? അവൾ പ്രിയ, മോഡലാ. എനിക്ക് ശരിക്കും നിന്നെ ചതിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ പ്രിയയിൽ നിന്ന് അകന്നതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. എന്നെ വിശ്വസിക്കും മൈഥിലി, പ്ലീസ്. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞു എന്നെ ചതിക്കാൻ പോകുന്നേ? മൈഥിലി, ഞാൻ പറയുന്നത് കേൾക്കൂ. കനവുകൾ താനേ കുഴിയുകയാണോ, അതിൽ മമ പ്രാണൻ പിടയുകയാണോ, അറിയുക എന്നിൽ നീ ശ്വാസമാ, നിലവുകളിൽ ഞാൻ നിന്നിഴലാ. ഞാനുണ്ടലോടെ എന്മേ മറന്നിന്നു കേഴുന്നിതാ, ഞാൻ എൻ്റെ വീഴ്ചയിൽ നിൻകിനാവുകൾ തേടുന്നിതാ. കനവുകൾ താനേ കുഴിയുകയാണോ, അതിൽ മമ പ്രാണൻ പിടയുകയാണോ, അറിയുക എന്നിൽ
വിധിതന്മടിയിൽ വെടിയരുതെന്നേ എന്നേക്കുമായി നീ. നിന്നിനവുകളിൽ ചെറുമുറിവുകളാൽ ക്ഷതമേകിയിരുന്നു ഞാൻ. നിൻ കനവുകളിൽ മഴനീർക്കണമായി നിറമാകെ അഴിച്ചു ഞാൻ. നിൻ ദുർഘടങ്ങളിൽ എന്നുമേവൾ കൂടെയില്ലേ. എൻ സ്വന്തമായ നാൾ തൊട്ടു നീ എൻ്റെ ജീവനല്ലേ. കനവുകൾ താനെ കൊഴിയുകയാണോ അതിൽ മമ പ്രാണൻ പിടയുകയാണോ അറിയുകയെന്നിൽ നീ ശ്വാസമാ നിലവുകളിൽ ഞാൻ നിന്നിഴലാ. ജെയിംസ്, ഹായ് പ്രിയ, നീ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ഞാൻ മൈഥിലിയോട് ഫോൺ ചെയ്ത് നിന്നെക്കുറിച്ചും രാജുവിനെക്കുറിച്ചും പറഞ്ഞു. അവർ രണ്ടുപേരും വഴക്കെട്ട് വരികയും ഇനി എത്രയും വേഗം രാജുവിനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഗോവയിൽ പോയി സെറ്റിലാവാം. ഓക്കെ ഓക്കെ ബൈ. രാജു, ജെയിംസിനും നിനക്കും എന്താ ബന്ധം? ജെയിംസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിനു മുമ്പ് നീ ചോദിക്കണ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. മൈഥിലും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. മൈഥിലി അന്ന് എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. സ്കൂളിലെ പ്രയർ പോലും അവളാണ് പാടിയിരുന്നത്. മൈഥിലി, ആ 3 പ്രൈസിൽ നീ ഏത് പ്രൈസാണ് ആവശ്യപ്പെടുന്നത്? ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ആ ടെഡി ബെയർ ആണ് ആവശ്യം. പ്രിയ, നിനക്ക് ആ 3 പ്രൈസിൽ ഏത് പ്രൈസാ വേണ്ടത്? ഫസ്റ്റ് പ്രൈസ്. ആ ടെഡി ബെയർ ആണ് എനിക്ക് വേണ്ടത്. കളിയിലും പഠിത്തത്തിലും എല്ലാത്തിലും മൈഥിലി തന്നെയാണ് മുമ്പിൽ വന്നത്. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. Come on guys, get ready. വേഗം എഴുന്നേൽക്കൂ. വേഗം ആകട്ടെ, വേഗം എഴുന്നേൽക്കൂ. ഗുഡ് മോർണിംഗ്. വേഗം. Come on. എനിക്ക് കിട്ടാത്ത ടെഡി ബെയർ അവൾക്കും വേണ്ട. അവളുടെ കരച്ചിൽ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. മൈഥിലി, സ്റ്റാൻഡ് അപ്പ്. കുട്ടികളെ, ഈ ഹാഫ് ഇയർ എക്സാമിൽ നമ്മുടെ മൈഥിലിക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. സിറ്റ് ഡൗൺ. പ്രിയ,
സ്റ്റാൻഡ് എത്ര മാർക്കുണ്ട്? ഈ പ്രാവശ്യം വളരെ കുറവാണല്ലോ. മൈഥിലി നോക്കി പഠിക്ക്. ഇനിയും മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു വിടും. ഇഡിയറ്റ്. ഇരിക്കവിടെ. കുട്ടികളുടെ വീട്ടിൽ നിന്നല്ല മണി ഓർഡർ വന്നു. എല്ലാ കുട്ടികളും ഫീസ് അടച്ച കാര്യം നിനക്കറിയാമോ? നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് മണി ഓർഡർ അയക്കാൻ പറയൂ. മനസ്സിലായോ? പോ. അതെ, എനിക്കൊരു 500 രൂപ കടം തരാവോ? അയ്യോ, ഞാൻ തരില്ല. എന്റെ അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആർക്കും കൊടുക്കരുതെന്ന്. മോഷ്ടിക്കുന്നോടി വള്ളി, നീ ആള് കൊള്ളാലോ. ഇത്രയേ ഉള്ളൂ ആള്, എന്നിട്ട് ഇപ്പോഴേ മോശം തുടങ്ങിയേക്കോ. അപമാനം സഹിക്കാൻ വയ്യാതെ ഞാൻ മൈഥിലിയെ കൊല്ലാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു. മൈഥിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തി. അത് ഹോസ്റ്റലിലെ പാചകക്കാരൻ കണ്ടുപിടിച്ചു. അയാൾ സ്കൂളിലെ സാറിന് വിവരം അറിയിച്ച് സാറ് പോലീസിനെ വിളിച്ചു വരുത്തി. അവരെന്നെ അറസ്റ്റ് ചെയ്ത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. അവിടെ വെച്ച് ഓരോ ദിവസവും അവളോടുള്ള പക കൂടി വന്നതേയുള്ളൂ. അവിടെ വെച്ചാണ് ഞാൻ ജെയിംസിനെ പരിചയപ്പെടുന്നത്. മൈഥിലിയെ നശിപ്പിക്കാൻ ജെയിംസ് എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനും ജെയിംസും ഒരേ സമയത്താണ് ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഞങ്ങൾ ഉടനെ മൈഥിലിയെ അന്വേഷിച്ച് കൊച്ചിയിലേക്ക് വന്നു. നിനക്കും മൈഥിലിക്കും മാരേജ് ഫിക്സ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി. ഞാൻ കുറേശ്ശെയായി നിന്നോടടുത്തു. മൈഥിലി അകറ്റി നിർത്താൻ ഞാൻ ആവുന്നതും ശ്രമിച്ചു. നിന്നോടുള്ള സ്നേഹം കാരണം എന്നെ പൂർണ്ണമായി നിനക്ക് ഞാൻ തന്നു. ജെയിംസുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടി ജെയിംസ് എന്നെ നിർബന്ധിച്ചതിനാൽ എനിക്ക് നിന്നിൽ നിന്ന് അകലേണ്ടി വന്നു. ഇതിനോടകം നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിയുന്നതും ഞാൻ കണ്ടു. അത് താങ്ങാനാവാതെ ഞാൻ ഒത്തിരി കരഞ്ഞു. നീ ലണ്ടനിൽ പോവാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിച്ചു. നീ എന്നെ അന്വേഷിക്കുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. മൈഥിലിയോടുള്ള ദേഷ്യം കാരണം ഞാൻ നിന്നോടടുത്തു. ആ പക ശരിക്കും സ്നേഹമായി മാറി. നിന്നെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ സത്യമാണ് രാജു. അവളോടുള്ള ദേഷ്യം നിന്നോട് ശരിക്കുള്ള പ്രേമമായി മാറി. ഞാൻ എന്റെ പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്നു. എനിക്കൊരിക്കലും നീയില്ലാതെ ജീവിക്കാനാവില്ല. എനിക്ക് നിന്നെ വേണം രാജു. എനിക്ക് നിന്നെ വേണം. മൈഥിലിയെ കൊന്നിട്ടാണെങ്കിലും ശരി, എനിക്ക് നിന്നെ വേണം രാജു. എനിക്ക് നിന്നെ വേണം രാജു. ഐ വാണ്ട് യു. ജീവിതം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ചെറിയ ചെറിയ തോൽവി നമ്മൾ സഹിക്കണം. അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ഒരിക്കലെങ്കിലും ജയിക്കണമായിരുന്നു. ഒരിക്കലെങ്കിലും. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മൈഥിലിയോടുള്ള പക തീർന്നപ്പോ എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ? എന്താടി നീ എന്നെ ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണല്ലേ? നിന്നെ ഞാൻ വിടടി. മൈഥിലി, 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 മൈഥിലി. മൈഥിലി, മൈഥിലി, കഥ തുറക്കൂ. മൈഥിലി, പ്ലീസ് മൈഥിലി, കഥ തുറക്കൂ.
മൈഥിലി, ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പ്ലീസ്. മൈഥിലി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ദേവി, ഇത് ഞാൻ പറയുന്നത് കേൾക്കൂ മൈഥിലി. നിങ്ങൾ എന്തിനാ വന്നത്? എനിക്കിതിനെ വേണം മൈഥിലി. വിവാഹമോചനത്തിനുള്ള നിന്റെ തീരുമാനം നീ തിരിച്ചെടുക്കണം. നമ്മൾ ജീവിതാവസാനം വരെ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. പ്ലീസ്. വേണ്ട രാജു, നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇല്ലാതായപ്പോ എന്റെ മനസ്സിൽ നിങ്ങളില്ല. സത്യമായിട്ട് എന്റെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല. ഇത് അറിയിക്കാൻ വേണ്ടി പ്രിയെ കാണാൻ ചെന്നപ്പോഴാണ് ഒരു സത്യം എനിക്ക് മനസ്സിലായത്. പ്രിയ നിന്റെ സ്കൂളിലെ ക്ലാസ്മേറ്റ്. നമ്മളെ വേർപിരിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ അടുത്തതിൽ പിന്നെ ഒരിക്കലും നമ്മൾ പിരിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറയുന്ന കേക്കൂ മൈഥിലി. വാതിൽ തുറക്കൂ മൈഥിലി, തുറക്കൂ മൈഥിലി. Come on. സഭാഷ മോനെ രാജു, എന്നെ സ്നേഹിച്ച പെണ്ണ് നിന്നെ വേണമെന്ന് പറയുന്നു. നീയാണെങ്കിൽ നിന്റെ ഭാര്യയെ വേണമെന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒരു മണ്ടനാക്കുകയാണോടാ? ഞാൻ സ്നേഹിച്ച പെണ്ണിനെ നിനക്കൊരു ഗിഫ്റ്റായി തന്നിട്ട് നിന്റെ പെണ്ണിനെ ഞാൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. അവനാണെങ്കിൽ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. നീ അവനെ പോയി കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് രണ്ടുപേരെയും ഞാൻ കല്യാണം കഴിക്കൂടി. നീയൊക്കെ രണ്ടുപേരും കൂടി എന്നെ മണ്ടനാക്കിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. തട്ടിക്കളടാ അവനെ. ഞാനാണ് ജയിച്ചത് രാജു. മൈഥിലേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചത് ഞാനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മൈഥിലി? ഞാനാണ് ജയിച്ചത്. പ്രിയ, ഐ എം സോറി രാജു. ഐ എം സോറി രാജു. ഐ എം സോറി രാജു. പ്രിയ, പ്രിയ.
ഇനി ഇഷ്ടമുള്ള പേരിട്ടോളൂ. ശ്വേത രാജു. കരയിലെ കരയിലെ കരയിലെ. പ്രിയമോളെ, പൂവിരിയും പുലരികളിൽ തേന്നുകരാൻ വാ, നീ തേന്നുകരാൻ വാ. സുന്ദരമാം സന്ധ്യകളിൽ കുളിർന്നുള്ളാൻ വാ, നീ സുന്ദരിയായി വാ. പഞ്ചതന്ത്ര നായക, പഞ്ചതാര സായക. പ്രിയമുള്ളോളെ രാഗാവേശം പൂവിരിയും പുലരികളിൽ തേന്നുകരാൻ വാ, നീ തേന്നുകരാൻ വാ. സുന്ദരമാം സന്ധ്യകളിൽ കുളിർന്നുള്ളാൻ വാ, നീ സുന്ദരിയായി വാ. മൗനം സമ്മതമല്ലോ, കൗടില്യങ്ങളില്ലല്ലോ. ഉമേനിക്ക് പുളകമേകിയുള്ള കനവ് പാകി നീരാളി പോൽ പുണരാൻ നീ വായോ. ഏതോ ഒരു ഫംഗ്ഷനിലേ എന്തോ ചില ടെൻഷനിലേ നിൻ കണ്ണിൻ നോട്ടമേറ്റ് ഞാനാകെ പെട്ട പോലെ നേരാണോ അരികിലാരും നീയോ. ഉള്ളാകെ ഉണർവേകാൻ നീ ഒരു കടലായി തിര തള്ളി വായോ. മെയ്യാകെ മലർത്തുവാൻ നീ ഏതോ ലതയായ എന്നുടൽ മേലെ വായോ. അരെ ഇത് തന്നെ